ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. കാരണം ഇനി ആൾക്കാരെ തന്നെ എന്തുവാടെ നിർത്തിക്കൂടെന്ന് ചോദിച്ചു തുടങ്ങി. അതുകൊണ്ടാണ്. ദൃശ്യം 3 ഏപ്രിൽ 2 റിലീസ്. എന്തെങ്കിലും പറയാനല്ലോ പറഞ്ഞേ. അതിത് തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ ഒന്ന് കാണുക. 1 അല്ല, 1 പോലെയല്ല, 2 പോലെയല്ല. അതിനകത്തും ഞാൻ കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഒരു ജഗപോക സിനിമ പ്രതീക്ഷ വന്നാൽ നിരാശയായിരിക്കും. പക്ഷെ അതൊരു നല്ല സിനിമ കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനെ 1 ഉം 2 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ വന്നാൽ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. ഇപ്പം ഇതിനെയും മെമ്മറീസും ദൃശ്യമൊക്കെ ആയിട്ട് ഇതിനെന്നല്ല ഏത് സിനിമ ഇറങ്ങിയാലും ഉടനെ അതാണ് കമ്പാരിസൺ. ഇതിനെനിക്ക് തോന്നുന്നത് ഇത് ഈ ട്രെയിലറിലും ടീസറിലും എവിടെയോ മെമ്മറീസിൻ്റെ ഒരു ഇത് വന്നു. ദൃശ്യം 1 മുമ്പ് മെമ്മറീസ് ഇറങ്ങി, ഇപ്പം ദൃശ്യം 3 വരുന്നു, അതിന് തൊട്ട് മുമ്പ് അതേ ജോണറിലുള്ള ഒരു പടം വരുന്നു. അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞത് ഇതിനകത്ത് ട്വിസ്റ്റൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പം മുൻവിധികളില്ലാതെ വന്ന് സിനിമ കാണുക. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. കാരണം ഇനി ആൾക്കാരെ തന്നെ എന്തുവാടെ നിർത്തിക്കൂടെന്ന് ചോദിച്ചു തുടങ്ങി. അതുകൊണ്ടാണ്.